അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനാഫ് സൗദി അറേബ്യയിലേക്ക് അതാ ടിക്കറ്റ് എടുക്കുന്നു. അറബിയമ്മ പറഞ്ഞത് മനാഫ് ഓർത്തു. മുതലാളിച്ച് പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് വിവരമൊന്നും അറിയിക്കാം. എന്തിനാണാവോ? എന്തൊക്കെ തന്നെയായാലും പുതിയ ബിസിനസ്സിൽ പാർട്ട്ണറായതല്ലേ, വിളിച്ചേക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചെല്ലുമ്പോൾ അതും ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നമാവും. മനാഫ് ടിക്കറ്റ് എടുത്ത് ഉടനെ തന്നെ അത് അറബിയമ്മക്ക് വിളിക്കുന്നു. ഹലോ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മറ്റന്നാൾ പുലർച്ചെ അവിടെ എത്തും. നാളെ രാത്രിയാണ് കയറുന്നത്. ഓക്കെ. അറബിയമ്മ ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് നാഫി ഉസ്താദിനെയും നൂർ ഫാത്തിമയും നാട്ടിലേക്ക് പറഞ്ഞേക്കണം. ഒരു പക്ഷേ അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അവൻ്റെ അസുഖം കൂടും. അറബിയമ്മ അതാ നാഫി ഉസ്താദിനെ വിളിക്കുന്നു. നാഫിയ മോനെ, നാട്ടിലേക്ക് പോകൽ നിർബന്ധമായ കാര്യമാണോ? അതെന്താ അറബിയമ്മ അങ്ങനെ ചോദിച്ചത്? അതെ, ഉപ്പാക്കും ഉമ്മാക്കും ഞാനല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പോയേ തീരൂ. അപ്പോൾ നൂർ ഫാത്തിമ, അവളെ കൊണ്ടുപോകണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? അത് കേട്ട് ഉസ്താദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ശരിക്കും ഉസ്താദിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടിയത് അറബിയമ്മ ശ്രദ്ധിച്ചു. ഹേയ് റിലാക്സ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, നൂർ ഫാത്തിമയെ ഇവിടെ നിർത്തിയിട്ട് നീ പോയിക്കോ എന്നല്ല ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഈ പ്രാവശ്യം നീ പോകുമ്പോൾ നൂർ ഫാത്തിമയെ കൊണ്ടുപോയിക്കോ എന്ന് പറയാനാണ്. അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മുഖം വല്ലാതെ അങ്ങ് പ്രകാശിച്ചു. അറബിയമ്മ പറഞ്ഞാൽ മറുത്തൊരു വാക്കും അവിടെ ആരും പറയാറില്ല. കാരണം അത്രക്കും ബഹുമാനമാണ് അവരെ. ഒരുപാട് സംസാരിക്കില്ല, ഉള്ളത് വളരെയധികം പോയിൻ്റായിട്ടാണ് സംസാരിക്കുക. അറബിയമ്മയുടെ ആ ഒരു വാക്ക് ശരിക്കും ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാതെ സന്തോഷമുണ്ടാക്കിയിരുന്നു. മോനെ, നൂർ ഫാത്തിമയെ ഒന്ന് വിളിക്കുമോ? അറബിയമ്മയുടെ അടുക്കലേക്ക് അതാ നൂർ ഫാത്തിമ കടന്നു വരുന്നു. നൂർ മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? റിലാക്സ് അല്ലേ? ക്ഷീണം വല്ലതുണ്ടോ? ഹേയ് ഇല്ല അറബിയമ്മ, അൽഹംദുലില്ലാ റാഹത്താണ്. കുഞ്ഞിനെ അനക്കൊക്കെ ഇല്ലേ? ഉണ്ട് മാഷാ അല്ലാ. പിന്നെ എൻ്റെ മോള് ഇപ്പോൾ കേരളത്തിലേക്ക് പോവണ്ടല്ലോ? ഒരു നിമിഷം നൂർ ഫാത്തിമ ദയനീയതയോടെ അറബിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, തൽക്കാലം നാഫിമോൻ പോട്ടെ, മോൾ ഇവിടെ നിൽക്ക്. അതായിരിക്കും ഇപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ എത്താനായി. യാത്രയൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതല്ലേ നല്ലത്? എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. അറബിയമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് നൂർ ഫാത്തിമയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നു. അറബിയമ്മ അത് ശരിക്കും ശ്രദ്ധിച്ചു. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അറബിയമ്മ. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോൾക്ക് സേഫ്റ്റിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തൽക്കാലം എൻ്റെ മോള് നാഫി ഉസ്താദിൻ്റെ കൂടെ ഇപ്പോൾ പോയിക്കോ. ഇൻഷാ അല്ലാ. പിന്നെ കേരളത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ, കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ, ഞാനും തലാലും ഒക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാ. മോള് നാഫി ഉസ്താദിൻ്റെ കൂടെ പോയിക്കോളൂ കേട്ടോ, വിഷമമൊന്നുമില്ലല്ലോ? അറബിയമ്മയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. അതെ, നൂർ ഫാത്തിമയെ പറഞ്ഞേക്കുക എന്ന് വെച്ചാൽ അവർക്ക് വലിയ സങ്കടമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞേച്ച് മതിയാവുകയുള്ളൂ. മനാഫിനോട് അറബിയമ്മ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് എല്ലായിടത്തും സന്തോഷകരമായി നിൽക്കണം. എപ്പോഴും അങ്ങനെ തന്നെ പേടിച്ച് വിറച്ച് സന്തോഷമില്ലാതെ നിൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പൊന്നുമോളെ. എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ശരിയാണ്, ഒരു ഉമ്മ എന്ന നിലക്ക് എനിക്കതിൻ്റെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിലേറെ എനിക്ക് സന്തോഷം നീ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ്. ഏതൊരു ഉമ്മയും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും. എന്നാൽ എൻ്റെ മോള് പൊയ്ക്കോളൂ ഉസ്താദിൻ്റെ കൂടെ. ഇൻഷാ അല്ലാ 2 മാസം കഴിഞ്ഞിട്ട് മോളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വരാം. നിങ്ങൾക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മനാഫ് ടിക്കറ്റ് എടുത്തു എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ തന്നെ അറബിയമ്മ അവർക്ക് 2 പേർക്കുള്ള ടിക്കറ്റും എടുത്തിരുന്നു. അത് നാഫി ഉസ്താദിൻ്റെ നേരെ ഉസ്താദ് നീട്ടി. ഇതാ, എൻ്റെ മക്കൾ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം, അതാണ് ഈ ഉമ്മാക്കിഷ്ടം. നൂർ ഫാത്തിമയെ മാത്രം ഇവിടെ പിടിച്ചു വെച്ചാൽ അത് നിനക്കും വിഷമാവും അവൾക്കും വിഷമാവും. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷ ജീവിതം
അത് കാണണം. നിങ്ങൾ എവിടെയൊക്കെ തന്നെയായാലും സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വരും. നാഫിൾ, നീ കേൾക്കുന്നുണ്ടോ? ഉസ്താദിന് ശരിക്കും സങ്കടം വന്നിരുന്നു. അതെ, നൂർ ഫാത്തിമയെ വിട്ടുപിരിഞ്ഞ് നിൽക്കാനാവുന്നില്ല. എന്താണെന്നറിയില്ല. അവൾ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. പാവം എന്തിൻ്റെയൊക്കെയോ പേരിൽ ഒരുപാട് തെറ്റിദ്ധരിച്ചു. പിന്നെയാണ് എല്ലാം അറിഞ്ഞത്. ഒന്നും അവളല്ല, അത് അവൾ പേടിച്ചിട്ടാണ് അങ്ങനെ എന്നൊക്കെ. അള്ളാഹുവേ, നീ പുറത്തു തരണേ റഹ്മാനെ. പാവമാണ് എൻ്റെ പെണ്ണ്. സന്തോഷത്തോടെ അറബിയമ്മയുടെ കയ്യിൽ നിന്ന് ആ ടിക്കറ്റുകൾ വാങ്ങി. ഉസ്താദ് പോകുവാനുള്ള സെറ്റപ്പെല്ലാം ചെയ്തു. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അറബിയമ്മ തന്നെ എല്ലാം സെറ്റാക്കിയിരുന്നു. നാഫിമോൻ, പർച്ചേസിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇതാ സെറ്റാണ് നിങ്ങൾക്ക് 2 പേർക്കുള്ളത്. അറബിയമ്മയുടെ ഈ ഒരു നീക്കം കണ്ട് ശരിക്കും നൂർ ഫാത്തിമയും ഉസ്താദും അത്ഭുതപ്പെട്ടു. പഠിച്ച റബ്ബേ, ഇതെല്ലാം എപ്പോൾ നടന്നു? ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അതെ, അറബിയമ്മ 2 ദിവസം മുമ്പ് തന്നെ അതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിരുന്നു. ഇനി ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും നടക്കില്ല എന്ന് കരുതി അതിനു മുമ്പ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മനാഫ് ഇങ്ങോട്ട് കയറുമ്പോൾ അവർ അവിടെ ഇറങ്ങണം. ഒരിക്കലും അവർ തമ്മിൽ കാണാൻ ഇടവരരുത്. നൂർ ഫാത്തിമയുടെയും ഉസ്താദിൻ്റെയും കേരളത്തിലേക്കുള്ള യാത്ര അത് നാളെയാണ്. അതെ, മനാഫ് സൗദി അറേബ്യയിലേക്ക് വരുന്നതും അതും നാളെയാണ്. അതിനു മുമ്പായിട്ട് എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും അറബിയമ്മ ചെയ്തു വച്ചിരുന്നു. അവർ സംസാരിക്കുന്ന ഇടയിലേക്ക് അതാ തലാൽ കടന്നു വരുന്നു. തലാൽ, നൂർ ഫാത്തിമ പെട്ടെന്ന് അവളുടെ നിഖാബ് താഴ്ത്തിയിട്ടു. നാഫി ഉസ്താദ് പറഞ്ഞു, അറബിയമ്മ, തലാലിന് ഒരു പെണ്ണ് നോക്കണ്ടേ? അത് കേട്ടപ്പോൾ തലാലിന് ശരിക്കും നാണമായി. അറബിയമ്മ പറഞ്ഞു, നിങ്ങളെയൊക്കെയല്ലേ നോക്കേണ്ട ആളുകൾ. എൻ്റെ നൂർ ഫാത്തിമക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ എൻ്റെ തലാലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇല്ലല്ലോ, ആകെ ഒന്നല്ലേ ഉള്ളൂല്ലേ, മമ്മക്കും പപ്പക്കൊക്കെ ആയിട്ട്. പിന്നെ നൂർ ഫാത്തിമ, മമ്മക്കും പപ്പക്കും ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവാം കേട്ടോ. യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ ഒരു തടസ്സവുമില്ല. കാരണം എന്താ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ആളുകൾ, ജൂതന്മാരൊക്കെ പരിചാരകരായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മദീനയിലെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളി പണി കഴിപ്പിക്കാൻ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു. അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. അതൊന്നും പ്രവേശനം നിഷിദ്ധമല്ല. ഇനിയിപ്പോൾ മോളുടെ പ്രസവമൊക്കെ ഇവിടെ ആകുമ്പോഴേ എന്തൊക്കെ തന്നെയായാലും മമ്മയ്ക്കും പപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടാവും തൻ്റെ പൊന്നു മോളെ കാണുവാൻ. അങ്ങനെയൊക്കെ ആകുമ്പോഴേ എന്തായാലും അവരോട് പറയണം, മമ്മ പപ്പ ഏത് സമയത്തും നിങ്ങൾക്ക് അങ്ങോട്ട് വരാം, അതിനെ സ്വീകരിക്കാൻ ഇവിടെ അറബിയമ്മ ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് മോള് പറയണം കേട്ടോ. മാതാപിതാക്കളാണ്, ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗമെന്നല്ലേ? അതെ, നൂർ ഫാത്തിമയ്ക്ക് നിൻ്റെ മമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗമുള്ളത്. അത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. എന്തൊക്കെ തന്നെയായാലും മോളെ പ്രസവിച്ചത് ആ മമ്മയല്ലേ? ആ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അറബിയമ്മ ശരിക്കും ആ കാര്യം പപ്പ മമ്മയോട് പറയാറുണ്ടായിരുന്നു. മോളെ, ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. ആമീൻ. അറബിയമ്മ, എനിക്കും എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണത്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ മമ്മയെയും പപ്പയെയും കൂടെ കൊണ്ടുപോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സത്യമായിട്ടും എനിക്ക് അവരുടെ കൈ പിടിച്ചുകൊണ്ട് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. മോളെ, നീ വിഷമിക്കണ്ടേ. നീ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യ്, അള്ളാഹു സ്വീകരിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പഠിച്ചോൻ സ്വീകരിക്കും, അത് ഉറപ്പാണ്. ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ തലാലിന് നല്ലൊരു പെൺകുട്ടിയെ വേണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു ആലം, അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിലും അറബിക് ഗേൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ പഠിക്കണമല്ലോ. പിന്നെ ദുബായ് ഭാഗത്തൊക്കെ ഉള്ളവർ നല്ല ഫാഷനാണ്. അവരൊക്കെ അറബിക് ഗേളാണെന്ന് ഒരിക്കലും പറയുകയില്ല. ശരിക്കും മൊത്തത്തിൽ ദുബായൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഒരിക്കലും പറയാൻ കഴിയില്ല ഒരു മുസ്ലിമാണ് എന്ന കാര്യം.
എനിക്ക് അഭിമാനം തോന്നുകയാണ് കേരളത്തിൽ നിന്ന് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച നൂർ ഫാത്തിമ എന്ന പെൺകുട്ടി ഹിജാബ് ഒരിക്കൽ പോലും അഴിക്കാതെ ഒരു അന്യപുരുഷനും അവളുടെ മുഖം കാണാത്ത ആ ഒരവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു പോകുന്ന കാഴ്ചയാണത്. എൻ്റെ നൂർ ഫാത്തിമയെ പോലുള്ള പെൺകുട്ടികളെ അത് കിട്ടാനാണ് എനിക്കും ആഗ്രഹം. പക്ഷേ എങ്ങനെ കിട്ടാൻ? അതൊന്നും ഒരിക്കലും ഹേയ് അറബിയുമ്മ വിഷമിക്കണ്ട, നല്ല സ്വാലിഹായ പെൺകുട്ടികളെ കിട്ടും ഇൻഷാ അല്ലാ. അറബിയുമ്മ ഓരോ മുഖങ്ങൾ ഓർത്തുകൊണ്ടിരുന്നു. അതെ, നൂർ ഫാത്തിമയുടെ ഫ്രണ്ട് നാദിറ, അവളെക്കുറിച്ച് അറബിയുമ്മ വിചാരിച്ചു. പക്ഷേ നാദിറയോട് തലാലിന് ആ രീതിയിലുള്ള ഒന്നുമില്ല. എന്തെന്നറിയില്ല, അവളോട് വല്ലതൊരു മൈൻഡില്ല. പക്ഷേ അന്ന് നാഫി ഉസ്താദിൻ്റെ ഫാമിലിയുടെ കൂടെ വന്ന ആ ഒരു പെൺകുട്ടി, അതെ മുർഷിദ, അവളോടായിരുന്നു അവൻക്ക് വീണ്ടും കുറച്ചൊക്കെ ഒരു താല്പര്യമുള്ളത്. അത് കാരണം മറ്റൊന്നുമല്ല, നാദിറ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവർ സ്മാർട്ടല്ല. അതായത് അവൾ അവളുടെ കാര്യം നല്ല കറക്റ്റ് രീതിയിൽ ചെയ്യും, അതൊക്കെ ഓക്കെ. പക്ഷേ ഈ പെൺകുട്ടി ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. ആരും ആ രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റവും കാര്യങ്ങളും. തലാലിനെ കൊണ്ട് കുതിരസവാരി ചെയ്യിപ്പിച്ചതും ഓട്ടമത്സരം നടത്തിയതുമെല്ലാം അറബിയുമ്മ ഓർത്തു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ മുർഷിദ എന്ന പേരുള്ള പെൺകുട്ടിയെ പിടിച്ചാൽ കിട്ടില്ലായിരുന്നു. ആ രീതിയിലുള്ള ഒരു പൊട്ടിപ്പൊരിച്ചിൽ. തലാലിൻ്റെ കൂടെ കുതിരസവാരി, അതും ഒറ്റയ്ക്ക്. പടച്ച റബ്ബേ, അത് ഞാനാണ് കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഉറക്കം വരുന്നില്ലായിരുന്നു. നമ്മൾ അറബ് രാജ്യത്ത് അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവരല്ലേ. മാത്രമല്ല നമ്മോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാണും പെണ്ണും തനിച്ചായി കഴിഞ്ഞാൽ മൂന്നാമത് അവിടെ ഒരു ഇബ്ലീസ് വരും എന്നുള്ളത്. വളരെയധികം കറക്റ്റാണത്. ആരാരുമില്ലാത്ത ഈ കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തുള്ള ആ ഒരു ഗ്രൗണ്ടിലാണ് അവർ സവാരിയെല്ലാം നടത്തുന്നത്. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കാനിടയായപ്പോൾ പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു രണ്ടു പേരോടും. തലാലും എന്തെന്നറിയില്ല, അവളുടെ സംസാരത്തിലങ്ങ് വീണു പോയിരിക്കുന്നു. തലാൽ ഒന്ന് വാ, തലാൽ ഒന്ന് വാ എന്ന് പറഞ്ഞ് അവനെ അങ്ങ് നിർബന്ധിച്ച് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ പെണ്ണുങ്ങളല്ലേ, എല്ലാവർക്കും കുറച്ച് ദയുള്ള ഐറ്റംസാണല്ലോ. പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും പെട്ടെന്നതങ്ങ് നേടിക്കൊടുക്കും. സത്യം പറഞ്ഞാൽ തലാലിനെ ഉപേക്ഷിച്ച് അവൾ ഇവിടുന്ന് പോയപ്പോൾ തലാലിന് ശരിക്കും നല്ല രീതിയിൽ സങ്കടമുണ്ടായിരുന്നു. ഈ വീട് മൊത്തം മൂകമായിരുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നൂർ ഫാത്തിമ, അവരുടെ കൂടെ അതുവരെ അത്രയും ദിവസം താമസിച്ചിരുന്ന അവരുടെ ഫാമിലി എല്ലാവരും പെട്ടെന്നൊരു പ്രഭാതത്തിൽ പോയപ്പോൾ ഈ കൊട്ടാരമാകെ ഉറങ്ങിയിരുന്നു. നാഫി ഉസ്താദിന് സങ്കടം, എനിക്ക് സങ്കടം. സത്യം പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് റെഡിയായി വന്നത്. വല്ലാത്തൊരു സങ്കടം. എൻ്റെ നൂർ ഫാത്തിമ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സഹിച്ചില്ല. എൻ്റെ സ്വന്തം പൊന്നു മോള് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. തിരിച്ചു വന്ന് വിളിച്ചാലോ എന്ന് ഞാൻ കരുതി. പിന്നാലെ എയർപോർട്ടിലേക്ക് പോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് വരെ കരുതി. പക്ഷേ നിയന്ത്രിച്ചു. ക്ഷമിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്, ക്ഷമ വേണം. അവൾ പോയത് അവളുടെ ഹലാലായ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെയാണ്. അതൊരിക്കലും തടയാൻ പാടില്ല. അറബിയമ്മ കരുതി കുറച്ച് ദിവസം കൂടെ ഇവിടെ അവർക്ക് നിന്നുകൂടായിരുന്നോ എന്നൊക്കെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പതിയെ പതിയെ പടച്ച റബ്ബ് മറവി തരുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറവി തന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹൃദയം പൊട്ടി മരിച്ചു പോവും പലരും. ആ ഒരു ക്ഷമ തന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അതങ്ങ് പതുക്കെ പതുക്കെ മറന്നു. ഇനിയിപ്പോൾ ഇതാ വീണ്ടും എൻ്റെ പൊന്നുമോളെ ഞാൻ കണ്ടു. എൻ്റെ നൂർ ഫാത്തിമ അകലുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. അതും ഈ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ ഒരു സമാധാനം, അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണല്ലോ പോകുന്നത് എന്നുള്ള ഒരു സേഫ്റ്റിയുണ്ട്. അറബിയമ്മയ്ക്ക് നാദിറയുടെ കാര്യത്തിലും കുറച്ച് താല്പര്യമുണ്ട്. പക്ഷേ പലവട്ടം അറബിയമ്മ ചിന്തിച്ച കാര്യം, അറബ് വംശജരായ അൻസ്വാരികളിൽപ്പെട്ട ഞങ്ങൾ അത് ശരിക്കും അറബികളിൽപ്പെട്ടവരെ തന്നെ കല്യാണം കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു മഹിമ. പക്ഷേ നമുക്കിഷ്ടപ്പെട്ട പെൺകുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും അറബ് സമൂഹത്തിലെ ഒരു പെണ്ണായിരുന്നു അറബിയമ്മക്ക് എപ്പോഴും തലാലിന് ഇഷ്ടമുള്ളത്.
അറബി ഫാമിലി കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു മലയാളിയെ കിട്ടിയാൽ തന്നെ അവളുടെ ബാക്കിയുള്ളവരെല്ലാം മലയാളികളായിരിക്കും. അപ്പോൾ ആ ഒരു അറബ് വംശത്തിൻ്റെ ആ ഒരു മഹിമ അല്പം കുറഞ്ഞു പോകുമോ എന്നും അറബിയുമ്മ വിചാരിച്ചിരുന്നു. പക്ഷേ അറബിയുമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കല്യാണം കഴിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയായിരിക്കണം എൻ്റെ മകന്. അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ആ രാത്രി കൂടി നൂർ ഫാത്തിമയും ഉസ്താദും അറബിയുമ്മയുടെ വീട്ടിൽ ഉറങ്ങുകയാണ്. നാഫിക്ക, എന്താ പെണ്ണെ? അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് നാഫിക്ക പോവാ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ടോ. നൂർ ഫാത്തിമ എന്നോട് അറബിയുമ്മ ചോദിച്ചു. എന്ത്? നിനക്ക് പോകാം, നൂർ ഫാത്തിമ ഇവിടെ നിൽക്കട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിഴച്ചു പോയിട്ടോ. പിന്നീട് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. എനിക്കറിയാം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം എത്രമാത്രം ആയിരിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞു. അറബിയുമ്മ നമ്മളുടെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ചാണ് തോന്നുന്നു. പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു കേട്ടോ. അറബിയുമ്മക്കിഷ്ടം നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. അത് അറബിയുമ്മയുടെ അടുക്കലാകുമ്പോൾ അത് കാണുമ്പോൾ കൂടുതൽ സന്തോഷമാണത്രേ. നാഫിക്ക, ഒരു കാര്യം ഞാൻ ഭയക്കുന്നു. എന്താ? നമ്മുടെ കുഞ്ഞിനെ അറബിയുമ്മ കണ്ടാൽ പിന്നെ വിടുമോ എന്നുള്ളതിനെക്കുറിച്ച്. ആഹാ, നീ അതൊക്കെ ആലോചിക്കാൻ തുടങ്ങിയോ? അപ്പോഴേക്കും അതിനൊക്കെ സമയമാവുന്നല്ലേ ഉള്ളൂ. അറബിയുമ്മയുടെ പേരക്കുട്ടി കൂടിയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു രാത്രി കൂടി അറബിയുമ്മയുടെ വീട്ടിൽ നാഫി ഉസ്താദും നൂർ ഫാത്തിമയും സുഖമായി കിടന്നുറങ്ങുകയാണ്. അറബിയുമ്മക്ക് ഉറക്കം വരുന്നേയില്ല. തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. പടച്ചോനെ, എൻ്റെ മക്കളെ നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. എന്തൊക്കെ തന്നെയായാലും മറ്റന്നാളെ ആകുമ്പോഴേക്ക് എൻ്റെ നൂർ ഫാത്തിമയെയും മോനെയും കേരളത്തിലേക്ക് എത്തിക്കണം. എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. എന്നിട്ട് അവനോടെല്ലാം ചോദിക്കണം, എണ്ണി എണ്ണി ചോദിക്കണം. എൻ്റെ മോൾ എത്രമാത്രം വിഷമിച്ചോ അതിനുള്ളതെല്ലാം ചോദിക്കണം. അല്ലാഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ അത് വേണ്ട, നേരിട്ട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അവനക്ക് ഒരു പെൺകുട്ടിയെയും ഉപദ്രവിക്കാൻ തോന്നരുത്, ഒരാളെയും വശത്താക്കാനും തോന്നരുത്. അവൻ്റെ കുബുദ്ധികളെല്ലാം ഇവിടെ നടക്കില്ല. ഇനി ഞാൻ അവനെ വിശ്വസിച്ചാണ് എൻ്റെ പാർട്ട്ണറാക്കിയത്. പക്ഷേ അവൻ്റെ കൈകളിൽ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളെ ഉണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഒരിക്കലും ഞാൻ എൻ്റെ പാർട്ട്ണറാക്കുമായിരുന്നില്ല. പെട്ടുപോയി. അസ്തഗ്ഫിറുല്ലാ. എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കണം. ഇനി അവനക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. നൂർ ഫാത്തിമ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ്. അവർക്കിടയിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാകും. അത് തകർക്കാൻ വേണ്ടി ഒരാളിങ്ങനെ പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗതി തന്നെ. പാവം, ആ പെണ്ണൊരുപാട് സഹിച്ചു. മിണ്ടാതെ പറയാതെ, ആരോടും ഒന്നും പറയാതെ, തൻ്റെ വേദനകളെല്ലാം ആരോടും പറയാതെ അവൾ മനസ്സിലൊളിപ്പിച്ചു. പിന്നീട് കൂട്ടുകാരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും നാദിറാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നാഫി ഉസ്താദിനോട് പോലും അവൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നത്രേ. അത് കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവന് ഭീഷണിയാകുമോ എന്ന് കരുതിയിട്ടാണ്. മനാഫ്, നീ ഇനി അധികം കളിക്കില്ല. നീ ഒരുപാട് പേരെ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും നിൻ്റെ കളി അങ്ങനെ നടക്കില്ല. നീ ഇങ്ങോട്ട് കയറി വാ, നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. അറബിയുമ്മ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിച്ചു. പിറ്റേന്ന് പുലർച്ചെ തഹജ്ജുദിൻ്റെ സമയമായപ്പോൾ നൂർ ഫാത്തിമയും ഉസ്താദും എണീറ്റു. അവർ തഹജ്ജുദ് നിസ്കരിച്ചു. ഉസ്താദ് പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ നൂർ ഫാത്തിമ പറഞ്ഞു, ഇക്ക, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്കാണെങ്കിൽ ഞാനും വരുന്നു. നൂർ ഫാത്തിമ, ഈ ഒരു സമയത്ത് നിന്നെ അതും ഈ വീട്ടിൽ നിന്നാവുമ്പോൾ അറബിയമ്മയോട് ചോദിക്കാതെ, എൻ്റെ മോള് കുറച്ച് നേരം എടുത്തിട്ട് ഇവിടുന്ന് സുബ്ഹി നിസ്കരിച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷെരീഫിൻ്റെ അടുക്കൽ പോയി ദുആ ചെയ്യാം, ഹബീബിനോട് സലാം പറയാം, എല്ലാം ചെയ്യണം ഇൻഷാ അല്ലാഹ്. നൂർ ഫാത്തിമ, നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് വരണ്ടേ മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്ക്? ഇൻഷാ അല്ലാഹ്. നാഫിക്ക, നിങ്ങൾ അള്ളാഹുവിനോട് നല്ല രീതിയിൽ ദുആ ചെയ്യണം കേട്ടോ. യാതൊരു കുഴപ്പവും കുഞ്ഞിനില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ പെണ്ണെ നീ പറയുന്നത്? അതൊന്നും ഉണ്ടാവില്ല, പടച്ച റബ്ബല്ലേ.
സൃഷ്ടിക്കുന്നത്. അവൻ എന്നെ വലിയവൻ. നമ്മളെന്താണ് ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അത് പടച്ച റബ്ബ് നമുക്ക് തരും. അതിലൊന്നും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല, ഇൻഷാ അല്ലാ. അങ്ങനെ ഉസ്താദ് തലാലിൻ്റെ കൂടെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. സത്യം പറഞ്ഞാൽ നാഫി ഉസ്താദ് അന്ന് പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ തലാലിനും നല്ല രീതിയിൽ സങ്കടമുണ്ടായിരുന്നു. നാഫി, നീ ഉണ്ടാകുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് ഇവിടം. നീ പോയി കഴിഞ്ഞാൽ ആ സന്തോഷമില്ല. തലാൽ, ഞാനല്ലല്ലോ എപ്പോഴും നിൻ്റെ കൂടെ വേണ്ടത്, നിനക്കും വേണ്ടേ ഒരു പെണ്ണ്? നാഫി, നീ ഒന്ന് കണ്ടുപിടിക്കോ. എനിക്ക് കേരളമായാലും കുഴപ്പമില്ല, ഒത്തിരി ഇഷ്ടമാണ്. എന്താ, ഇൻഷാ അല്ലാ എവിടെ നിന്നാണ് നല്ലതെന്ന് വെച്ചാൽ ഹയറായത് പഠിച്ച റബ്ബ് നിനക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.